പിറ്റേ ദിവസം 10 മണി ഞാൻ വേണ്ടി സംസാരിച്ചാണ്, എന്താണ് വേണ്ടി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല മാം, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ പറ്റില്ല, നീ അമ്മയോട് പറഞ്ഞു. പിറ്റേ ദിവസം രാത്രി 10 മണി സംസാരിച്ചിട്ട് നീ നാളെ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ എനിക്ക് വാക്കുന്നതാണ്, മാമ ഞാൻ എല്ലാവരുടെ മുമ്പിൽ നല്ല രീതിക്ക് ജീവിച്ച് കാണിക്കാം, എന്നെ കുറ്റം പറഞ്ഞതിൻ്റെ മുമ്പിൽ എന്നെ കളിക്കുന്ന മുമ്പിൽ നല്ല രീതിക്ക് ജീവിച്ച് കാണിക്കിട്ട മാമ പറഞ്ഞ് എനിക്ക് വാക്ക് തന്നാണ്. ആ വാക്ക് തന്ന കുട്ടിയെ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ കാണേണ്ട അവസ്ഥ നമുക്ക് വരുന്നു. നമുക്ക് അത്രയും വിഷമം വേറൊന്നുമില്ല. ആ ടീച്ചർ ജെന്യുവൻ ആയിരുന്നുവെങ്കിൽ ആ ടീച്ചർ ഒരിക്കലും ഒരു അധ്യാപികയും ചെയ്യാൻ പാടുള്ള കാര്യമാണ്. അവർ ഏതൊരു അധ്യാപികയും മക്കളുടെ ഭാവിക്ക് വേണ്ടി ചെയ്യുള്ളൂ. അവരെ വാക്ക് പറയാണ് ശരി, ആരാണ് ശരി. ഒരു പാരൻറ്റ് ഒരു ടീച്ചർ ഒരിക്കലും അച്ഛനും അമ്മയും വാത്സല്യത്തോടെ പെരുമാറണ്ടേ, അല്ലാതെ ഒരു ക്രിമിനലോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. കുട്ടികളുടെ മനസ്സിലാക്കിയിട്ട് പെരുമാറുന്നതാണ് അധ്യാപിക നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അധ്യാപികമാർ. ഞങ്ങളും ഇതിനേക്കാളൊക്കെ വിക്രസ് കാണിച്ച് വന്നവരാണ്, ഇതിനേക്കാളൊക്കെ ഇത് ചെയ്ത് വന്നവർ. ഞാൻ കുട്ടികളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻജോയ് ചെയ്തോളൂ, ഇതൊക്കെ നിങ്ങളുടെ എൻജോയ് ചെയ്യേണ്ട ലൈഫാണ്. എൻ്റെ മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ എൻജോയ് ചെയ്തോ, നിൻ്റെ ലൈഫ് എൻജോയ് ചെയ്യേണ്ട സമയമാണ്, നീ അടിച്ച് പൊളിച്ചോ, പക്ഷേ നീ കാരണം ഒരാളും വേദനിക്കാൻ പാടില്ല, നിൻ്റെ വാക്കുകൾ കൊണ്ട് നിന്നെ പറയത്തുണ്ട് ഒരാൾ. ഞാൻ എല്ലാം 10 മണിക്ക് വേണ്ട, ഇല്ല മാമ എനിക്ക് വാക്ക് തന്നെയാണ്, ഇല്ല മാമ ഞാൻ ഒരിക്കലും എന്നെ കളിയാക്കിയതിൻ്റെ മുമ്പിൽ എന്നെ കുറിച്ച് പറഞ്ഞ മുമ്പിൽ ഞാൻ നല്ലതിലേക്ക് ജീവിച്ച് കാണിക്കട്ടെ മാമ പറഞ്ഞാണ്. ആ പറഞ്ഞു തീർത്ത് വന്നാൽ പിന്നെ ആ ടീച്ചർ മുൻപാര്യത്തോടെ അല്ലെങ്കിൽ ഒരു പറഞ്ഞോട്ടെ, ടീച്ചർമാർ പറഞ്ഞോട്ടെ, അവനെ സംസാരിച്ചോട്ടെ. ആ 4 കുട്ടികളെ ഞങ്ങൾ പോയിട്ട് ഒരാളുടെ മുമ്പിലല്ലേ മാറ്റി നിർത്തി സംസാരിച്ചു, മക്കളെ ഞങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ചെയ്യുന്നത് ശരിയല്ല, അവരെ മാറ്റി നിർത്തുക, അതുപോലെ ചെയ്യാമായിരുന്നു. എല്ലാം അവരുടെ സഹപാഠികൾ പറഞ്ഞുള്ള അറിവാണ്. ആ ടീച്ചർ ജെന്യുവൻ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അത്ര നമുക്ക് ഇതല്ലോ.